എന്റെ പെണ്ണ് രചന ആൻവി. സബ്ര, ഐ ലവ് യു. അവൾക്ക് നേരെ ഒരു ചുവന്ന റോസാപ്പൂ നീട്ടി അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നാലുപാട് മൂടി. അവളും ചുറ്റും നോക്കുന്നുണ്ട്. സന്ധ്യാനേരമായി ഇടുങ്ങിയ ഇടവഴിയിൽ അവൾ നിന്ന് വിയർത്തു. തോളിലിട്ട ബാഗിൽ മുറുകെ പിടിച്ചവൾ മറുപടി പറയാതെ മുന്നോട്ട് നടക്കാനൊരുങ്ങവേ അവന്റെ കൈ അവളുടെ തോളിൽ പതിഞ്ഞിരുന്നു. അവളുടെ കാലുകൾ നിശ്ചലമായി. മറുപടി പറഞ്ഞിട്ട് പോ സബ്ര, നിന്നെ കാണാനാ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകാതെ ഇങ്ങോട്ട് വന്ന്. ഇത്തിരി ഗൗരവം കലർന്നിരുന്ന അവന്റെ സ്വരത്തിൽ. കൈയെടുക്കടേ വിച്ച, ആരെങ്കിലും കാണും, എന്റെ ഉപ്പ് വരുന്ന വഴിയാ ഇത്. അവൾ പേടിയോടെ പുറകിലേക്ക് നോക്കി. അവളുടെ ശരീരം വിറക്കുന്ന അവന്റെ വിരൽത്തും പറയുന്നുണ്ടായിരുന്നു. ആരെങ്കിലും വരുന്നതിന് മുന്നേ പറ സമ്ര, ഇഷ്ടമാണോ അല്ലയോ? അവൻ സൗമ്യമായി ചോദിച്ചു. അവൾ പേടിയോടെ ദയനീയമായി അവനെ നോക്കി. പിന്തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ കൈ വീണ്ടും ബലമായി അവളുടെ കൈത്തണ്ടയിൽ അമർന്നിരുന്നു. നീ പറഞ്ഞിട്ട് പോയാൽ മതി, കെട്ടിപ്പിടിച്ച് ഉമ്മരാന്ന് പറഞ്ഞില്ലല്ലോ. അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്കിഷ്ടമല്ല. അവന്റെ കൈക്കുഴിന്ന് കൈ വലിച്ചെടുത്തവൾ ആ ഇടവഴിയിലൂടെ നിന്ന് ഓടി അകന്നു. രവിയുടെ മുഖം ചുവന്നു. നീ നാളെ കോളേജിലേക്ക് വരുമല്ലോ, ഞാൻ അപ്പം എടുത്തോളാം. ഷർട്ടിന്റെ കൈ തെറുത്ത് വെച്ചവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ ദേഷ്യത്തിൽ നിലത്തെ കരിയിലകളെ ചവിട്ടി അരച്ചു. പിറ്റേന്ന് പതിവ് പോലെ കോളേജിന്റെ മുന്നിൽ അവളെയും കാത്തു നിൽക്കുമ്പോൾ അവനുള്ളിൽ പലതും കണക്കൂട്ടിയിരുന്നു. ഡേവി, ദേ സമ്ര വരുന്നു. കൂട്ടുകാരൻ ചെവിയിൽ പറഞ്ഞപ്പോഴാണ് അവന്റെ കണ്ണുകൾ റോഡ് സൈഡിലെ ബസ് സ്റ്റോപ്പിലേക്ക് പോയത്. കൂട്ടുകാരോടൊപ്പം റോഡ് ക്രോസ് ചെയ്ത് നടന്നു വരുന്നവളെ അവൻ കണ്ണിമ വെട്ടാതെ നോക്കി. ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങി അവൾക്ക് നേരെ കുതിച്ചു. നേരെ അവിടെ മുന്നിൽ കയറി നിന്നു ഇരുകൈയും മാറിൽ കെട്ടി കൂർപ്പിച്ചൊരു നോട്ടം നോക്കി. ഇന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നീ പോയാ മതി. അവൾ അടുത്ത് നിന്ന സുഹൃത്തിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ദേ ഡേവിച്ച, ഇനി എന്നെ ചലഞ്ച് ചെയ്ത് ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ഉപ്പാനോട് പറയും, അറിയാനോ? പിന്നെ നിന്റെ വീട്ടിലറിയും. ധൈര്യം സംഭരിച്ച് അവൾ പറഞ്ഞു തീർക്കുമ്പോഴും അവനെ നോക്കാനാവാതെ ആ കണ്ണുകൾ പിടക്കുന്നുണ്ടായിരുന്നു. തനിക്ക് നേരെ ചൂണ്ടി അവിടെ വിരൽ പിടിച്ചവൻ അവന്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു. എന്ത് ഡേവിച്ച ഈ കാണിക്കുന്നേ? ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ചുറ്റും കൂടുന്ന മറ്റു കുട്ടികളെ വെപ്രാളത്തോടെ നോക്കി. ഇനി പറ, എന്നെ ഇഷ്ടമാണോ അല്ലയോ? അവനോട് ശബ്ദമുയർത്തി അത്രയും പറഞ്ഞ് അവൾ കൂടെയുള്ളവരുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നടന്നു. ഡേവി അവളെ ദേഷ്യപ്പെട്ട് നോക്കി. ക്ലാസ്സിലേക്ക് ഓടുമ്പോൾ തലയിൽ നിന്ന് ഉതിർന്നു വീണ തട്ട നേരെയിട്ടുകൊണ്ട് അവൾ അവനെയും നോക്കിയിരുന്നു. എന്ത് കാണാൻ നിൽക്കുവാടാ, ക്ലാസ്സിൽ പോടാ! കൂട്ടം കൂടിയുന്നവരോടായി ഡേവി ദേഷ്യത്തിൽ അലറി. അവിടെ മുഴുവൻ അവന്റെ ശബ്ദം ഉയർന്നു കേട്ടു. അവൾക്ക് ഇഷ്ടമില്ല, പിന്നെ നീ എന്തിനാടാ വീണ്ടും വീണ്ടും അവിടെ പിന്നാലെ പോകുന്നേ? സുഹൃത്തിന്റെ ചോദ്യം കേട്ട് അവൻ ചുണ്ടുകൂട്ടി. അവൾ എന്നെ ഇഷ്ടപ്പെടും. എന്റെ പെണ്ണാവള് സമ്ര ഫാത്തിമ, ഈ ഡേവിന്റെ മാത്രമാ. ചുണ്ടിനിടയിലേക്ക് സിഗരറ്റ് വെക്കുമ്പോൾ ആ ചുണ്ടുകൾ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഡേവി അവന്റെ പ്രണയാഭ്യർത്ഥന തുടർന്നു. അതവൾ തീർത്തും നിഷേധിക്കുകയും ചെയ്യും. ഇതിപ്പോ 8ാമത്തെ തവണ. ലോകത്ത് വേറെ പെണ്ണില്ലാത്ത പോലെ. നിനക്ക് പ്രാന്തട പുല്ലേ, നാണില്ലല്ലോ. കൂട്ടുകാരുടെ കളിയാക്കലും കുത്തുവാക്കുകളും അവന് കേൾക്കേണ്ടി വന്നു. അതവൻ സിഗരറ്റിലെ പുകച്ചിരുകൾ പോലെ ഊതി പറത്തി വിട്ടു. അവളെ കാണുമ്പോൾ അവൻ നോക്കി നിൽക്കും. അവന്റെ നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞ പോലെ ആ പെണ്ണ് മുഖം താഴ്ത്തു. അവനിൽ നിന്ന് നടന്ന് നീങ്ങും വരെ. ഡേവിയുടെ ക്ലാസ് കഴിയാൻ ഇനി അധിക നാളില്ല. അവളിൽ നിന്നൊരു നോട്ടം പോലും കിട്ടാത്ത അവനെ ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടമല്ലെന്ന് 1000 തവണ ഇതിനോടകം പറഞ്ഞു കാണും അവൾ. ഇഷ്ടമാണോ എന്നൊരു ചോദ്യം മാത്രം. അല്ലെന്ന് പറയുമ്പോൾ ഒരു കൂർത്ത നോട്ടം മാത്രം നൽകി അവൻ തിരിഞ്ഞു നടക്കും. അത് കാണുമ്പോൾ അവൾക്കും പാവം തോന്നാറുണ്ട്. വീട്ടിലേക്ക് പോകും വഴി അവൾ ആര് ശല്യം ചെയ്താലും കുശുമ്പോട് അവൻ എത്താറുണ്ട്. എന്റെ പെണ്ണാണെന്ന് അവരോട് വാദിക്കാറുണ്ട്. അതവൾ കേൾക്കാറുണ്ടെങ്കിലും തർക്കിക്കാൻ പോവാറില്ല. ഡേവിയുടെ ലാസ്റ്റ് സെം എക്സാമുകൾക്ക് തുടക്കമായി. ഇനിയും കാത്തിരിക്കാൻ അവന് ക്ഷമയില്ലെന്നായി. എക്സാം കഴിഞ്ഞാൽ പിന്നെ അധികം കോളേജിലേക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. വൈകാതെ അബ്രോഡ് പോവേണ്ടി വരും. ഓർത്തപ്പോൾ ഇനിയും കാത്തിരുന്നാൽ ശരിയാവില്ലെന്നായി. ഒരുതരം വെപ്രാളം. എന്തോ അവൾ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അവളെ കണ്ട് സംസാരിക്കാൻ അവൻ തീരുമാനിച്ചു. പതിവ് പോലെ ബസ് സ്റ്റോപ്പിന് മുമ്പിൽ നിൽക്കുന്നവൾക്ക് അടുത്തേക്ക് അവനെ ഓടിച്ചെന്നു. അവനെ കണ്ടതും വെപ്രാളത്തോടെ പോകാൻ നിന്നവളെ അവൻ തടഞ്ഞു നിർത്തി. വഴിന്ന് മാറ്. അവൾ അവനെ മുഖമുയർത്തി നോക്കി. സമ്ര പ്ലീസ്, നീ കരുതും പോലെ തമാശ പറയുന്നല്ല ഞാൻ. ഐ ലവ് യു, റിയലി ലവ് യു. അവന്റെ സ്വരം പതിവില്ലാതെ താഴ്ന്നിരുന്നു. എനിക്കൊന്നും കേൾക്കേണ്ട ഡേവി, ഇതൊക്കെ ഈ പ്രായത്തിൽ വെറും തോന്നലുകളാ, ഒരു അട്രാക്ഷൻ. അല്ലടി പുല്ലേ, എനിക്ക് ശരിക്കും ഇഷ്ടാ. നിന്റെ ഈ സൗന്ദര്യം കണ്ടിട്ടൊന്നല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടാവും. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ലവ് യു സോ മച്ച്. അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവൻ പറഞ്ഞു. ആ ശബ്ദമൊന്ന് ഇടറിയിരുന്നു. ഒരുതരം ദയനീയ ഭാവമായിരുന്നു അവന്റെ മുഖത്ത്. ഇനി എന്തു പറഞ്ഞാൽ അവൾ തന്റെ പ്രണയം വിശ്വസിക്കും? പറയാൻ എളുപ്പമാണ് ഡേവിച്ചായ, നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല. എനിക്ക് എൻ്റെ ഫാമിലി നോക്കണം, പ്ലീസ് എന്നെ ഇനി ശല്യം ചെയ്യരുത്. അവനോട് യാചിച്ചു അവൾ. അവനവളെ വിടാൻ തയ്യാറല്ലായിരുന്നു.
അവളെ പിടിച്ച് അവൻ്റെ കൈകൾ മുറുകി. മുന്നിലൊരു കാർ വന്ന് നിന്നു. പടച്ചോനെ ഉപ്പ! അവൻ്റെ കയ്യിൽ നിന്ന് കൈ വലിച്ചെടുത്തവൾ പറഞ്ഞു. കാറിൽ നിന്ന് അവിടെ ഉപ്പ് ഇറങ്ങി വന്നിട്ടും അവനൊരു കുലുക്കമില്ലായിരുന്നു. നീ ആ ജോസഫിന്റെ മകനല്ലേ? കണ്ണടയൊന്നും ശരിക്കു വെച്ചുകൊണ്ട് അയാൾ ചോദിച്ചപ്പോൾ അവനെ തലയാട്ടി. ബാത്തു വാ മോളെ, അയാൾ വിളിച്ചു. കാറിൽ ധൃതിയിൽ കയറാൻ പോയവളുടെ കയ്യിൽ ഡേവി പിടിച്ചു വെച്ചു. ഇവളെനിക്ക് ഇഷ്ടമാ. അവൻ പതരാതെ അയാളോട് വിളിച്ചു പറഞ്ഞു. കവിളിൽ അയാളുടെ കൈ പതിഞ്ഞാണ് മറുപടി കിട്ടിയത്. രവിച്ച. സുഹൃത്ത് സനലിന്റെ വിളിയാണ് അവന് ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. എന്താ? അവൻ ചോദിച്ചു. എടാ, പ്രോഗ്രാം തുടങ്ങാറായി. വന്നപ്പോൾ ഇവിടെ ഇരിപ്പല്ലേ നീ? വാ, നീ ചെല്ലടാ, ഞാൻ വരാം. ഡേവി ആ ബസ് സ്റ്റോപ്പിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. നീണ്ട 6 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ ബസ് സ്റ്റോപ്പും കോളേജും കണ്ടിട്ട്. ഇന്ന് കോളേജിൽ അലുമിനി മീറ്റിന് വന്നതാണ്. പഠിച്ചു പോയവരുടെ ഒരു കൂടിച്ചേരൽ. അവളെ ഒന്ന് കാണണമെന്നാണ് പ്രധാന ഉദ്ദേശം. അവനൊന്ന് ഇടിവീർപ്പിട്ടു. ബസ് സ്റ്റോപ്പിന്റെ പെയിന്റ് മാറിയെന്ന് മാത്രം. കോളേജിന്റെ ഇലക്ഷൻ നോട്ടീസുകൾ കൊണ്ട് പഴയ പോലെ ചുമരുകൾ സമൃദ്ധമാണ്. ഇവിടെ വെച്ചാണല്ലോ പ്രണയം മുട്ടിട്ടതും അത് പൂക്കാതെ പോയതും അവൻ ഓർത്തു. അന്ന് അവിടെ ഉപ്പിയോട് അങ്ങനെ പറഞ്ഞ മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കിയെല്ലാം നടക്കുമ്പോൾ ഒരുതരം തയ്പ്പായിരുന്നു. മുഖം അടച്ചൊരടി. ഒന്നല്ല, ഒരുപാട്. അവിടെ കരച്ചിൽ കേട്ടിരുന്നു. പിന്നെ അവിടെ ആങ്ങളമാരെത്തി. വീട്ടിലെല്ലാവരും അറിഞ്ഞു അപ്പൻ്റെയും മക കിട്ടി. മകനെ നേരെ ചോയ് വളർത്തിക്കൊണ്ടെന്നൊരു താക്കീതുമായിട്ടാ അവളെയും വലിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് അവരിറങ്ങിപ്പോയത്. വീട്ടിലമ്മച്ചിയുടെ കരച്ചിലായി അപ്പൻ്റെ ഉപദേശവും തല്ലുമായി. വീട്ടിലറിയാത്ത എൻ്റെ സിഗരറ്റ് വലി കൂടെ എല്ലാവരും അറിഞ്ഞു. നാട്ടിൽ നിന്നായി ഞാൻ നശിച്ചു എന്ന് പറഞ്ഞ് നാട് കിടത്തി. പഠനവും ജോലിയും അവിടെ തന്നെ. നാട്ടിലേക്ക് തിരികെ വരാൻ നിൽക്കുമ്പോഴേക്കും ആ നീക്കത്തെ തടഞ്ഞുകൊണ്ട് അപ്പനും അമ്മച്ചിയും ഫ്ലൈറ്റ് കയറി. ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു സിഗരറ്റ് അവനെ എരിച്ചു കളഞ്ഞിരുന്നു. ഓഡിറ്റോറിയത്തിലേക്ക് നടക്കവേ ഒരു പിൻവിളി. അവൻ തിരിഞ്ഞു നോക്കി. കയ്യിലൊരു കുഞ്ഞിനെയും പിടിച്ച് ഒരുവൾ. രവിച്ച, എന്നെ ഓർമ്മയില്ലേ? ഞാൻ നീനു, സമറയുടെ. അവളും നിർത്തി. അവനൊന്ന് തലയാട്ടി. അവളാകെ മാറിയിരിക്കുന്നു. സുഖാണോ ഡേവിച്ച? ആകെ മാറിയല്ലോ. കല്യാണം കഴിഞ്ഞോ? അവൾ ചോദിച്ചു. അവൻ മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കി. സമറ. അവൻ അത്രയേ പറഞ്ഞുള്ളൂ. ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ. അവളുടെ കല്യാണം കഴിഞ്ഞു കാണുമോ? ആരായിരിക്കും അവളുടെ ഭർത്താവ്? കുട്ടികളൊക്കെ ആയി കാണുമോ? മനസ്സിൽ അവൻ ചിന്തിച്ചു കൂട്ടി. നീനുവിൻ്റെ മുഖം മാറി. അപ്പോൾ ഡേവിച്ചനെന്ന് അറിഞ്ഞില്ലേ? അവൾ നേരത്തെ ശബ്ദത്തോടെ ചോദിച്ചു. അവനില്ലേം തലയാട്ടി. അവളിൽ നിന്നറിഞ്ഞ വാക്കുകൾ അവൻ്റെ കണ്ണിനെ നനയിച്ചിരുന്നു. ജാലകത്തിനരികിൽ നിന്ന് അനന്തതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൾ. മുറ്റത്തെ ഇലഞ്ഞിമരത്തെ തഴുകി വരുന്ന കാറ്റിൽ അവളുടെ തലയിൽ നിന്ന് തട്ടം തെന്നി വീണു. കാറ്റിൽ പാറിപ്പറക്കാൻ ഇടതൂർന്ന കറുത്ത മുടിച്ചുരുളുകൾ ഇന്നില്ല. അവൾ തലയിലേക്ക് ആ തട്ടം വെറുതെ ഒന്നിട്ടു. വീണ്ടും മിനുസമാർന്ന അവളുടെ തലയിലൂടെ അത് ഉരസി താഴെ വീണു. ജാലകത്തിലൂടെ വെറുതെ ഒന്ന് മുറ്റത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചു. 7 വയസ്സുള്ള ഒരു കുറുമ്പൻ ഒരു കുഞ്ഞി കാന്താരിക്ക് നേരെ ചുവന്ന റോസാപ്പൂ നീട്ടുന്നു. അത് കണ്ടപ്പോൾ ഓർമ്മ വന്ന് അവനെയാണ്, തന്നെ ഒരുപാട് പ്രണയിച്ചവനെ. ചുണ്ടിലെ പുഞ്ചിരി വേദന നിറഞ്ഞതായി മാറിയിരുന്നു. ദിവസവും തൻ്റെ മുന്നിലേക്ക് പ്രണയമായി കടന്നു വരുന്നവൻ അവഗണിച്ചത് വീട്ടുകാരെ ഓർത്തായിരുന്നു. അവരെ എതിർക്കാൻ മാത്രം ധൈര്യമില്ലായിരുന്നു. ഉപ്പാനോടും മിക്കമാരോടും പേടിയും ബഹുമാനവും സ്നേഹവുമായിരുന്നു. അതുകൊണ്ടാവാം രവിയെ മാറ്റി നിർത്തിയത്. അന്നത്തെ പ്രശ്നത്തിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. തൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നറിഞ്ഞിട്ടും വീട്ടിലെല്ലാവരും തന്നെ സംശയത്തോടെ നോക്കി. രവി അപ്പോഴും ഉള്ളിലെവിടെയോ ഉണ്ടായിരുന്നു. ആദ്യം ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ദിവസവും എൻ്റെ പെണ്ണാണ്, ഒരുപാട് ഇഷ്ടമാണെന്നവൻ്റെ വാക്കുകൾ കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു പോയതാണ്. കാതുകളിൽ ഇപ്പോഴും അവൻ്റെ ശബ്ദമാണ്. ചെറിയിക്കാൻ്റെ യുവാത്തലയും തലകറങ്ങി വീണ അന്നാണ് ക്യാൻസർ തന്നെ കാർന്നു തുടങ്ങിയ കാര്യം അറിഞ്ഞത്. അതോടെ പെണ്ണ് കാണാൻ വരാതിരുന്ന് ആലോചിച്ചുറപ്പിച്ച ചെക്കൻ പിന്മാറി. പിന്നെ ഹോസ്പിറ്റലും കീമോയും മരുന്നും മന്ത്രവും. ശരീരവും ക്ഷീണിച്ചു, മുടി പോയി. ഇപ്പം തനിക്ക് മരുന്നുകളുടെ ഗന്ധമാണ്. വീടും ഹോസ്പിറ്റലും അടുത്തു തുടങ്ങി. കൂടാതെ ഉമ്മയുടെ കരച്ചിലും. ഒരു മാറ്റം വേണമെന്ന് തോന്നി. തുടർ ചികിത്സക്കായി വന്നതാണ് ഈ ആശ്രമത്തിലേക്ക്. 6 വർഷത്തിനിടെ 2 തവണ രോഗം തന്നെ വലച്ചു. ഒരു കാല് കൊണ്ടുപോയി. പക്ഷേ ഇപ്പം അതൊന്നും അലട്ടുന്നില്ല. ഇവിടെ സ്വസ്ഥമാണ്. ഒരുപാട് പേരുണ്ട്. സഹതാപത്തോടെ അല്ലാതെ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ പരിപാലിക്കുന്ന ഒരുപാട് നല്ല നല്ല ആളുകൾ. കുട്ടികളും പ്രായമായവരും, അങ്ങനെ ഒരുപാട് രോഗികൾ. ആരും സഹതപിക്കാറില്ല. ഒരു നേർത്ത നിശ്വാസത്തോടെ അവളിരുന്നു. 6 വർഷങ്ങളായി. ആകെ മനസ്സിൽ വരാറുള്ളത് അവൻ്റെ മുഖമാണ്, ഡേവിച്ചൻ്റെ. അവൾ പുഞ്ചിരിയോടെ ഓർത്തു. ഇപ്പം എവിടെയാവും? കല്യാണം കഴിഞ്ഞ് കാണുമോ? വെറുതെയെങ്കിലും എന്നെ ഓർക്കാറുണ്ടാവുമോ? ഒന്ന് കാണണമെന്നുണ്ട്, വെറുതെ ഒന്ന് സംസാരിക്കാൻ.
അന്ന് അവഗണിച്ചതിനൊരു സോറി പറയാൻ, അവൻ്റെ ഭാര്യയെ കാണാൻ. നീനുവാണ് ഫ്രണ്ട്സിലാകെ വരാറുള്ളത്. അവളോട് ഇടയ്ക്ക് പറയും ഡിവിയെക്കുറിച്ച്. ഇടയ്ക്കല്ല, എപ്പോഴും. പാത്തുവോ, താഴേക്ക് വന്നേ, സർപ്രൈസ് ഉണ്ട്. പുറകിൽ നിന്ന് ആ ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി നീനുവാണ്. ഇതിപ്പോൾ 1 മാസം അടുത്ത് കാണാൻ വന്നിട്ട്. അവൾ കെട്ടിയതിൻ്റെ കൂടെ വിസിറ്റിംഗ് വിസയിൽ പോയതാണ്. എപ്പോൾ തിരിച്ചെത്തിയാവും. ഫോൺ ഉപയോഗിക്കാത്ത കൊണ്ട് കാര്യമൊന്നും അറിയില്ല. ആഹാ, വന്നല്ലോ വനമാല. എങ്ങനെയുണ്ടായിരുന്നു മകളെ യാത്ര? വീൽ ചെയർ തിരിച്ചുകൊണ്ട് സമ്ര അവൾക്ക് നേരെ തിരിഞ്ഞു. അതൊക്കെ സുഖമായിട്ടിരിക്കുന്നു, നീ താഴേക്ക് വാ, ഒരാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. നീനു വീൽ ചെയർ ഉന്തി മുറ്റത്തേക്ക് ഇറങ്ങി. എന്താ പെണ്ണെ, ഇങ്ങോട്ട് നീ കൊണ്ടുപോണേ? അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. വിസിറ്റിംഗ് ഹാളിലെത്തിയതും അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് അവൾ അമ്പരന്നു. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന നാവ് ചലിക്കാതെയായി. കൺകോണിലൊരു പിടച്ചിൽ ഹൃദയത്തിൻ്റെ വേദന കാണിക്കും പോലെ. ഡെവിച്ചൻ. ആ ശബ്ദം കേട്ടാണ് ഡെവി മുന്നോട്ട് നോക്കിയത്. വീൽ ചെയറിലിരിക്കുന്നവളെ കണ്ടപ്പോൾ ഉള്ളൊന്ന് പിടച്ചു. പഴയ സമ്രയുടെ ഒരു നിഴല് മാത്രം, കറുത്തിരുണ്ട പോലെ ഒരു രൂപം. അവൾ അവനെ നോക്കി, പിന്നെ നീനുവിനെ നോക്കി പുഞ്ചിരിച്ചു. ഇത് ശരിക്കും സർപ്രൈസായി കേട്ടോ, അവൾ നീനുവിനോട് പറഞ്ഞു. നീനോടുന്ന് മാറി നിന്നു. വീൽ ചെയറിൻ്റെ സ്വിച്ചിൽ അമർത്തി അവൾ അവൻ്റെ അടുത്തേക്ക് ചലിച്ചു. സുഖാണ് ഡെവിച്ച? ഒരു പുഞ്ചിരിയോട് അവൾ ചോദിച്ചു. അവനൊന്ന് തലയനക്കി. ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു, അത് സാധിച്ചല്ലോ. എന്തെങ്കിലും നോക്കുന്നേ, ഈ കോലം കണ്ടിട്ടാണോ? ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെയാടാ. അവളുടെ ശബ്ദമൊന്നിടറി. ഡെവി അവളിൽ നിന്ന് ഓട്ടം മാറ്റി. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ, അവൾ ചോദിച്ചു. അവൻ അവിടെ വീൽ ചെയർ ഉന്തി പുറത്തേക്ക് നടന്നു, ഗാർഡൻ്റെ സൈഡിലൂടെ. കല്യാണമൊക്കെ കഴിഞ്ഞോ? അവൾ തിരക്കി. അവളിൽ നിന്ന് നോക്കിയതേയുള്ളൂ അവൻ. എന്നെ കാണാനായിട്ട് വന്നാണ്. കോളേജിൽ അലുമിനി മീറ്റ് ഉണ്ടായിരുന്നു, അവിടെ വെച്ച് നീനുവിനെ കണ്ട പറഞ്ഞതാ. അവൻ പറഞ്ഞു. ഓ, കാണാൻ വന്നല്ലോ, സന്തോഷം. ഇപ്പോഴെങ്കിലും ശബ്ദിച്ചതിൽ അതിലും സന്തോഷം. ഇന്ന് കേട്ട ശബ്ദ കോളേജിലാവുമ്പോൾ ഏതു നേരം കേൾക്കാറുണ്ടായിരുന്നല്ലേ. ഞാൻ മീറ്റിൻ്റെ കാര്യം അറിഞ്ഞില്ല. അല്ല, അറിഞ്ഞാലും വരില്ല. എന്നിട്ട് എന്തേ വൈഫിനെ കൊണ്ടുവരാത്തേ? അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പ്രായത്രയായിട്ടും എന്തേ ബാക്കി പറയും മുന്നേ അവൾ കണ്ടു തനിക്ക് നേരെ നീണ്ടുവരുന്നൊരു റോസാപ്പൂ. പറയാൻ വന്ന വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. ഞാൻ കല്യാണം കഴിക്കാത്ത എന്താണെന്നറിയോ? ഈ പെണ്ണ് മനസ്സിൽ നിന്ന് പോവാത്തതുകൊണ്ടാ. പൂ നീട്ടി അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരുന്നവൻ. ഡെവിച്ച എന്താ? ബാക്കി പറയും മുന്നേ അവളുടെ കറുത്ത തൊലിയടരുന്ന ചുണ്ടിൽ വിരലമർത്തി. ഇനിയൊന്നും പറയില്ലേടി, കേട്ടിടത്തോളം മതി. ഈ സുന്ദരി തന്നെയാ. അവളുടെ കൈവിളയിൽ അവൻ അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വേണ്ട. അവളുടെ ശബ്ദം വിറച്ചു. കരഞ്ഞു പോയിരുന്നവൾ. വേണം, എനിക്ക് വേണം. ഞാൻ സംസാരിച്ചോളാം നിന്റെ ഉപ്പയോട്. അവരെതിർത്താലും എനിക്ക് വേണം. അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ വാരിപ്പുണർന്നു. എനിക്ക് ഭാഗ്യമുണ്ട്, അതല്ലേ ഞാൻ ആഗ്രഹിച്ച് വൈകിയാണെങ്കിലും എനിക്ക് കിട്ടിയത്. അവളുടെ മുഖം നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചവൻ പുലമ്പി. അവനും കരയുകയായിരുന്നു. അവളുടെ ചുണ്ടുകൾ ചിരിച്ചു. ഇളഞ്ഞി മരത്തിൽ നിന്ന് വീശിയടിച്ച് ഇളം കാറ്റിൽ അവളുടെ തലയിൽ നിന്ന് തട്ടം പാറി വീണപ്പോൾ അവൾ എന്തുകൊണ്ടോ അവനെ നോക്കിയില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ ഒരു മുടി പോലുമില്ലാത്ത അവളുടെ തലയിൽ ചുംബിച്ചുകൊണ്ട് ആ തട്ടം ശരിക്കിട്ടുകൊടുത്തു. എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. അവൻ്റെ സ്വരം കേൾക്കുന്ന നേരം ചെവിക്ക് താഴെ അവൻ്റെ ചുണ്ടുകൾ അമർന്നിരുന്നു.